ഹായ്. നമ്മളൊരു കടയിൽ പോയി കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ ആ ഇടപാടിന് പിന്നിൽ നമ്മൾ ആരും അറിയാത്ത ചില നിയമങ്ങളുണ്ട്. വിൽപ്പനക്കാരൻ പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ നിയമം നിങ്ങൾക്ക് തരുന്ന ചില ഉറപ്പുകൾ. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളുടെ ഈ അദൃശ്യമായ അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. സത്യം പറഞ്ഞാൽ നമ്മളിൽ മിക്കവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു നിരാശയുണ്ടല്ലോ. ഹോ, പക്ഷെ വിഷമിക്കേണ്ട, അത്തരം സാഹചര്യങ്ങളിൽ നിയമം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതെ, നിങ്ങൾ നടത്തുന്ന ഓരോ വാങ്ങലിനും പിന്നിൽ ഒരു അദൃശ്യമായ സുരക്ഷാവല നിയമമൊരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ചില ഉറപ്പുകളാണിവ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഉറപ്പുകൾ? നമുക്കൊന്ന് നോക്കിയാലോ? ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ ഒപ്പിടുന്ന കരാറിലോ ബില്ലിലോ എഴുതിയിട്ടില്ലെങ്കിൽ പോലും നിയമപരമായി അതിലുൾപ്പെടുന്ന ചില നിബന്ധനകളുണ്ട്. ഇതിനെയാണ് ഇംപ്ലൈഡ് ടേംസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉൽപ്പന്നത്തിന്റെ ഫാക്ടറി സെറ്റിംഗ്സ് പോലെയാണ്, നീതി ഉറപ്പാക്കാനുള്ളൊരു ബേസിക് സെറ്റപ്പ്. ഈ നിയമപരമായ ഉറപ്പുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കണ്ടീഷൻ, രണ്ട് വാറന്റി. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഇടപാടിന്റെ നട്ടെല്ലാണ്. അത് ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ഡീല് തന്നെ ക്യാൻസൽ ചെയ്ത് കൊടുത്ത പണം മുഴുവനായി തിരികെ വാങ്ങാം. പക്ഷേ വാറന്റി അങ്ങനെയല്ല. അതൊരു സൈഡ് പ്രോമിസ് പോലെയാണ്. അത് ലംഘിക്കപ്പെട്ടാൽ നഷ്ടപരിഹാരം ചോദിക്കാം, പക്ഷേ ഇടപാട് റദ്ദാക്കാൻ പറ്റില്ല. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ വളരെ പ്രധാനമാണ്. ശരി, നമുക്കാദ്യം കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു ഡീൽ ബ്രേക്കറാകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇതാണ്: വിൽക്കുന്നയാൾക്ക് ആ സാധനം വിൽക്കാൻ നിയമപരമായി അവകാശമുണ്ടായിരിക്കണം. നിയമത്തിൽ ഇതിനൊരു ചൊല്ലു തന്നെയുണ്ട്: നീമോ ഡാറ്റ് കോട്ട് നോൺ ഹാബിറ്റ്. സിമ്പിളായി പറഞ്ഞാൽ സ്വന്തമല്ലാത്തൊരു സാധനം മറ്റൊരാൾക്ക് വിൽക്കാൻ ആർക്കും കഴിയില്ല. അത്രയുള്ളൂ. ഇതൊന്ന് ക്ലിയറാക്കാൻ ഒരു കിടിലൻ കേസ് സ്റ്റഡിയുണ്ട്. ഒരാള് ഒരു കാറ് വാങ്ങി 4 മാസം ഓടിച്ചു. പക്ഷേ ഒരു ട്വിസ്റ്റ്: ആ കാറ് മോഷ്ടിക്കപ്പെട്ടതായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. പോലീസിന് തിരികെ കൊടുക്കേണ്ടി വന്നു. കോടതി വിധി എന്തായിരുന്നറിയാമോ? കാർ വിറ്റയാൾക്ക് അത് വിൽക്കാൻ അവകാശമില്ലാതിരുന്നതുകൊണ്ട് വാങ്ങിയ ആൾക്ക് കൊടുത്ത പണം മുഴുവൻ തിരികെ കിട്ടി. ഓർക്കുക, നിങ്ങൾ കാശ് കൊടുക്കുന്നത് ഒരു സാധനം ഉപയോഗിക്കാൻ മാത്രമല്ല, അതിന്റെ ഉടമയാകാനാണ്. അടുത്ത കണ്ടീഷൻ മനസ്സിലാക്കാൻ ഈ ഒരു വാചകം ഓർത്താൽ മതി. അതായത്, ഒരു സാധനം അതിന്റെ വിവരണമനുസരിച്ചാണ് വിൽക്കുന്നതെങ്കിൽ കയ്യിൽ കിട്ടുന്ന സാധനം ആ വിവരണവുമായി 100% പൊരുത്തപ്പെടണം. ഇതിനും ഒരു രസകരമായ കേസുണ്ട്. ഒരു കച്ചവടക്കാരൻ 3000 ടിൻ പഴങ്ങൾ ഓർഡർ ചെയ്തു. ഒരു പെട്ടിയിൽ 30 ടിൻ എന്നതായിരുന്നു വിവരണം. സാധനം വന്നപ്പോൾ മൊത്തം 3000 ടിൻ ഉണ്ടായിരുന്നു. പക്ഷേ ചില പെട്ടികളിൽ 24 ടിന്നുകളെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എണ്ണം ശരിയല്ലേ, പിന്നെന്താ പ്രശ്നമെന്ന്. പക്ഷേ കോടതി വിധി വാങ്ങിയയാൾക്ക് അനുകൂലമായിരുന്നു. കാരണം ആ ഒരു പെട്ടിയിൽ 30 ടിൻ എന്നുള്ളത് വെറുമൊരു പാക്കിംഗ് ഡീറ്റെയിൽ അല്ല, അത് ആ സാധനത്തിന്റെ വിവരണത്തിന്റെ ഭാഗമാണ്. അത്രയും കൃത്യമായിരിക്കണം കാര്യങ്ങൾ. ഇനി വേറെയും ചില പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്ന്, ഉപയോഗത്തിനുള്ള യോഗ്യത. അതായത്, നിങ്ങൾ മഴയത്തിടാൻ ഒരു വാട്ടർപ്രൂഫ് ജാക്കറ്റ് വാങ്ങിയാൽ അതിലൂടെ വെള്ളം കയറാൻ പാടില്ലല്ലേ? മറ്റൊന്ന്, വിൽക്കുന്ന സാധനം വിൽക്കാൻ കൊള്ളാവുന്ന ഒരു ക്വാളിറ്റിയിലായിരിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അത് കഴിക്കാൻ കൊള്ളുന്നതും ആരോഗ്യകരവുമായിരിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് നമ്മൾ കണ്ടു. ഇനി വാറണ്ടികളിലേക്ക് വരാം. ഓർമ്മയുണ്ടല്ലോ, ഇത് കണ്ടീഷൻ പോലെ ഒരു ഡീൽ ബ്രേക്കർ അല്ല. ഇതൊരു അഡീഷണൽ പ്രോമിസാണ്. ഇത് ലംഘിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും. പക്ഷേ സാധാരണയായി സാധനം തിരിച്ചുകൊടുത്ത് പണം തിരികെ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാറണ്ടികൾ? പ്രധാനമായും 2 എണ്ണമുണ്ട്. ഒന്ന്, നിങ്ങൾ വാങ്ങിയ സാധനം യാതൊരു തടസ്സവുമില്ലാതെ സമാധാനപരമായി ഉപയോഗിക്കാനുള്ള അവകാശം. 2, ആ സാധനത്തിന്മേൽ മറ്റ് കടബാധ്യതകളോ അവകാശവാദങ്ങളോ ഇല്ലെന്ന് ഉറപ്പ്. അതായത്, നിങ്ങൾ വാങ്ങിയ കാറിന് പഴയൊരു ലോണിന്റെ കുടിശ്ശികയുണ്ടെങ്കിൽ അത് ഈ വാറണ്ടിയുടെ ലംഘനമാണ്. സിമ്പിൾ. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യമോ? നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ സുരക്ഷിതമായിരിക്കണ്ടേ? തീർച്ചയായും. അതിനും നിയമത്തിൽ ഒരു പ്രധാനപ്പെട്ട വാറണ്ടിയുണ്ട്. ഇതിനൊരു ക്ലാസിക് ഉദാഹരണമാണ് ക്ലാർക്കിന്റെ കേസ്. ഒരാൾ ഒരു ടിൻ അണുനാശിനി വാങ്ങി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ടിൻ തുറക്കുന്നത് അല്പം അപകടം പിടിച്ച പണിയായിരുന്നു. ഇക്കാര്യം വിൽപ്പനക്കാരൻ അറിയാമായിരുന്നു. പക്ഷേ അയാൾ വാങ്ങിയ ആളോട് പറഞ്ഞില്ല. ടിൻ തുറന്നപ്പോൾ വാങ്ങിയയാളുടെ കണ്ണിന് പരിക്കേറ്റു. കോടതി വിധി വ്യക്തമായിരുന്നു. അപകട സാധ്യതയെക്കുറിച്ചറിഞ്ഞിട്ടും മുന്നറിയിപ്പ് നൽകാതിരുന്നത് വാറന്റി ലംഘനമാണ്. വിൽപ്പനക്കാരൻ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു. ഇതുവരെ നമ്മൾ വിൽപ്പനക്കാരന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചല്ലേ സംസാരിച്ചത്. എന്നാൽ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റുണ്ട്. വാങ്ങുന്നയാൾക്കുമുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ. നിയമത്തിലെ ഒരു ഫേമസ് വാചകമാണ് കേവിയറ്റ് എംപ്റ്റർ. അതിന്റെ അർത്ഥം വാങ്ങുന്നയാൾ ജാഗ്രത പാലിക്കട്ടെ എന്നാണ്.
വാങ്ങുന്നയാൾ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. അതായത് ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് അതിന് പുറമേ കാണുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ വാങ്ങുന്നയാൾ സൂക്ഷിക്കണം എന്ന നിയമം എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഓർമ്മയില്ലേ? നിങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് ഒരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവരണമനുസരിച്ച് വാങ്ങുമ്പോൾ ഉത്തരവാദിത്തം വിൽപ്പനക്കാരനാണ്. അതുപോലെ വിൽപ്പനക്കാരൻ നിങ്ങളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത തകരാറുകൾ മറച്ചുവെക്കുകയോ ചെയ്താൽ അവിടെയും ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നിങ്ങളുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് ചുരുക്കി പറയാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഇത് സിമ്പിളായി എല്ലാം പറയുന്നുണ്ട്. ഉടമസ്ഥാവകാശം ഇല്ല, പറഞ്ഞ വിവരണം പോലെയല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം നിരസിച്ച് മുഴുവൻ പണവും തിരികെ വാങ്ങാം. എന്നാൽ ഉപയോഗത്തിന് ചെറിയ തടസ്സങ്ങൾ പോലെയുള്ള വാറന്റി പ്രശ്നങ്ങളാണെങ്കിൽ നഷ്ടപരിഹാരത്തിനായി കേസ് കൊടുക്കാം. ചുരുക്കത്തിൽ നിങ്ങളുടെ ഓരോ പ്രശ്നത്തിനും നിയമപരമായി ഒരു വഴിയുണ്ട്. അപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമ്മൾ അറിയാത്ത ഈ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായും ഓർക്കുമല്ലോ, അല്ലേ? നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് ഈ ഉറപ്പുകൾ കൂടിയുണ്ടെന്ന അറിവ് നിങ്ങളെ ഒരു സ്മാർട്ട് കൺസ്യൂമറാക്കും. അറിവാണ് ഏറ്റവും വലിയ ശക്തി. അറിവോടെ വാങ്ങുക.